ഒരു കുട്ടി, ആ കുട്ടിയുടെ ലേണിങ്ങിൽ എന്തെങ്കിലും പറയാൻ വേണം. അപ്പൊ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്തു. പാരന്റ് ഇടപെടുന്നു, ടീച്ചർ ഇടപെടുന്നു. മനസ്സിലായോ? ഈ ഇടപെടലുകൾ, ഫോളോ അപ്പുകൾ, മോട്ടിവേഷൻസ് പോലുള്ള ഘടകങ്ങൾ കുട്ടിയുടെ പഠിത്തത്തിൽ വളരെയേറെ സ്വാധീനിക്കുന്നതാണ്. നിങ്ങൾ നെഗ്ലക്ട് ചെയ്താൽ പോയി. പക്ഷെ ഓവറായിട്ട് എന്ത് ചെയ്യരുത്, ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. വളരെ സൈക്കോളജിക്കലായ രീതിയിൽ അവിടെയൊക്കെ മീ ഫാക്ടർ വേണം. ഇപ്പൊ എനിക്ക് 4 കുട്ടികളുണ്ട്, അവർക്ക് വലിയവരായിപ്പോ. അപ്പോ ആദ്യത്തെ മകൻ, 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയാണ്, ഞാൻ ഉദാഹരണം പറയാം. ആദ്യത്തെ മകൻ മുതലേ വായന അവർക്കൊരു ഹാബിറ്റ് ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ നമ്മൾ അന്ന് കൊച്ചു ബുക്കുകൾ കൊടുക്കും. ഒരു 2-3 ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഒരു ബുക്ക് കൊടുക്കുമ്പോൾ പറയും, ഈ ബുക്ക് മുഴുവൻ നീ വായിച്ചാൽ ഞാൻ 10 ദിർഹംസ് തരുന്നു. അവിടെ അങ്ങനെ ഒരു കൊല്ലൊക്കെ കഴിയുമ്പോൾ അവർക്ക് ഒരു 10-120 ദിർഹംസൊക്കെ അങ്ങനെ കിട്ടുന്ന അവസ്ഥ വന്നു. അപ്പോൾ അവർ ഇതായി. അങ്ങനെ അവന് വായന എന്ന് പറയുന്നത് ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നെ പൈസ കിട്ടാം. പിന്നെ അത് ഹാബിറ്റുവേറ്റഡാണ്, അത് അവരുടെ ക്രേവിംഗ് ആയി മാറി. പിന്നെ ബുക്ക് വായിക്കാതെ മാറി. ഇത് 2ാമത്തെ ആളിൽ ഞാൻ പരീക്ഷിച്ചു, വർക്കായി. 3ാമത്തെ ആളിൽ പരീക്ഷിച്ചു, ഭയങ്കരമായിട്ട് വർക്കായി. 4ാമത്തെ പെൺകുട്ടി, അവളിലും ഇത് വർക്കായി. അപ്പൊ എല്ലാറ്റിലും വർക്കായിക്കൊള്ളുന്നില്ല എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കണം. പക്ഷെ ചിലത് വർക്കാവും, ചിലരുടെ ശരിയാവുന്നൊരു ഇതുണ്ടായിരുന്നു, ഒരു ഫേമസ് വീഡിയോ. അപ്പൊ ചിലരുടെ ശരിയാവും. പക്ഷെ നമ്മൾ പരീക്ഷിക്കാം. ഇത് പറഞ്ഞ പോലെ റിവാർഡിംഗ് ഒരു എക്സ്റ്റൻസീവ് മോട്ടിവേഷനാണ്, സൈക്കോളജിയാണ്.